ഇപ്പോൾ സമയം രാത്രി 8 മണി. ഇന്നൊരു ഭയങ്കര മടി പിടിച്ച ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ കുളിച്ചതുപോലെ ഇപ്പോഴാണ്. എന്നാൽ പിന്നെ രാത്രിയിൽ ഒരു സാൻഡ്വിച്ചിൽ ഒതുക്കിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് കുനൂനാന്നരിയുക. എനിക്ക് ഇത്ര കുനൂനാന്നരിയാനേ അറിയത്തുള്ളൂ. അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. ഇനി മയണൈസ് ഉണ്ടാക്കാം. ഇതൊരു ഭയങ്കര ഹെൽത്തി സാൻഡ്വിച്ച് ഒന്നും അല്ല കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, അര സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാര, ആ വിനാഗിരി ഉണ്ടല്ലോ വിനെഗർ, അതിൻ്റെ അടപ്പിലേക്ക് ഒരു 2.5 അടപ്പ് വിനെഗർ, ഏകദേശം ഒരു 1 കപ്പ് പാല്, അതിലേക്ക് അത്യാവശ്യം ഒരു 1/4 to 1/2 കപ്പ് എണ്ണ നമുക്കിതിലേക്ക് വേണം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ എടുത്ത് മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒരു 1 മിനിറ്റ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് തിക്കായിട്ട് കുറച്ച് വിനെഗർ വേണം തോന്നിയപ്പോൾ ഞാനൊരു അടപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു 1 മിനിറ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലത്തെ തിക്ക് മയണൈസ് നമുക്ക് കിട്ടും. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ വെജിറ്റബിൾസിൻ്റെ, അതിലേക്ക് നമ്മളിതാ ഈ ഒരു മയണൈസ് ആഡ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ആ ബ്രെഡ് ഉണ്ടല്ലോ, സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുത്ത് ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് എടുത്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 5 സാൻഡ്വിച്ചാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഓരോ ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. ഇനി എന്താണ് പരിപാടി, ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടുത്ത ബ്രെഡ് സ്ലൈസ് എടുക്കുക, ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് അത്യാവശ്യം ബട്ടർ ഇടുക. ആ ബട്ടർ ഒന്ന് നല്ലോണം മെൽറ്റ് ചെയ്ത് വരുന്നിടം വരെ ഒന്ന് ഇളകി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ച സാൻഡ്വിച്ചിൻ്റെ. ഇനി അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിടുക. അപ്പുറത്തെ സൈഡ് കുറച്ച് ബട്ടർ ഇട്ടിട്ട് വേണം കേട്ടോ തിരിച്ചിടാൻ. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ ആകുമ്പം അതങ്ങ് എടുക്കുക. നമ്മുടെ സാൻഡ്വിച്ചസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഡെക്കറേഷനൊക്കെ വെറുതെയാണ് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി.